നമസ്കാരം. പ്രതീകം ആരംഭിക്കുന്നു. അത് നോക്കാം പ്രധാന വാർത്തകൾ. വികസിത ഭരണം വികസിത കേരളത്തിലൂടെ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറാത്തത് ഇനി മാറുമെന്നും കേരളം BJPയുടെ കയ്യിൽ വരുമെന്നും മോദി. കേരളത്തെ രക്ഷിക്കണമെങ്കിൽ LDF UDF കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നും പ്രതികരണം. 3 അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബ്രാജ് ബാബുവിന് ജാമ്യം. ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും ജാമ്യം അനുവദിച്ചു. കൊല വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയത് അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെ. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില ഗ്രാമിന് 465 രൂപയും പവന് 3960 രൂപയും വർദ്ധിച്ചു. 2026 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $5400 ആകുമെന്ന് റിപ്പോർട്ടുകൾ. യുടെ ഇന്ത്യ പ്രവേശനത്തിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയെന്ന് സൂചന. വേണ്ടത്ര കൂടിയാലോചനകൾ നടന്നില്ല. സാബു M. ജേക്കബ് ഒറ്റയ്ക്ക് തീരുമാനം എടുത്തെന്ന ആരോപണം. പഞ്ചായത്ത് അംഗങ്ങളെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ CPMന്റെ ശ്രമം. കൊണ്ട് അമ്മയുടെ വാരിയിൽ തല്ലിയൊടിച്ച മകൾ പിടിയിൽ. പനങ്കാട് സ്വദേശി ദിവ്യയാണ് പിടിയിലായത്. ഫേസ് ക്രീം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം മർദ്ദനത്തിന് കാരണം. കൊലപാതകം കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ദിവ്യ. സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് 3960 രൂപ വർദ്ധിച്ചു. 1,17,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. സ്വർണം താഴേക്കില്ല. സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് അങ്ങനെ തുടരുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് സ്വർണ്ണവില. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം നടന്നത് പവന് 1,13,160 രൂപയിലാണ്. ഗ്രാമിന് 14,190 രൂപയിലും വിൽപ്പന നടന്നു. എന്നാൽ ഇന്ന് സ്വർണ്ണവില കത്തിക്കയറിയിരിക്കുകയാണ്. അതെ, പവന് 3,960 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,17,120 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തി. സ്വർണം പവന് രേഖപ്പെടുത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിനാകട്ടെ 14,640 രൂപയും. ഇതുമാത്രം പോരാ, ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങുകയാണെങ്കിൽ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് തുടങ്ങിയവയെല്ലാം നൽകേണ്ടി വരും. അതായത് ഇന്നത്തെ വിലയ്ക്കൊപ്പം 5% പണിക്കൂലിയും 3% GSTയും ഹോൾമാർക്ക് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇന്ന് ഏകദേശം 1,30,000 രൂപ നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സ്വർണത്തിലുള്ള സ്വകാര്യ നിക്ഷേപകരുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തവും സ്വർണത്തിലുള്ള സുരക്ഷിത നിക്ഷേപ ഡിമാൻഡും സെൻട്രൽ ബാങ്ക് വാങ്ങൽ ഇടപാടുകളും സ്വർണ്ണവിലയെ മുകളിലേക്ക് ഉയർത്തുന്ന ഘടകങ്ങളായി മാറുന്നു. ഇതോടൊപ്പം രൂപ നേരിടുന്ന തകർച്ചയും ഇന്ത്യയിൽ സ്വർണ്ണവിലയെ ഉയർത്തുന്ന പ്രധാന ഘടകമാണ്. ആഗോള സ്വർണ്ണവില ഔൺസിന് $4,950 മുകളിലെത്തി. ഇന്ന് തന്നെ $5,000 എത്തുമെന്നാണ് സൂചനകൾ പറയുന്നത്. വില ഇനിയും ഉയരുമെന്ന കണക്കുകൂട്ടലിൽ നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതായത് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. ഇതിലൂടെ സ്വർണ്ണവിലയുടെ 10% മുതൽ അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യാൻ സാധിക്കും. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും, വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് ഉയർന്ന സ്വർണ്ണവിലയിൽ നിന്നും രക്ഷ നേടാൻ ചില സൂത്രങ്ങളും പ്രയോഗിക്കുന്നത് നല്ലതാണ്. അതായത് കുറഞ്ഞ പണിക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ജ്വല്ലറികളിൽ നിന്നും സ്വർണം വാങ്ങുന്നത് നല്ലതായിരിക്കും. സ്വർണ്ണവില കൂടുമ്പോൾ പണിക്കൂലിയും കൂടും. കാരണം ആഭരണ വിലയുടെ നിശ്ചിത ശതമാനമാണ് പണിക്കൂലിയെ കണക്കാക്കുന്നത്. എന്തായാലും 2026 4-ാം പാദത്തോടെ സ്വർണ്ണവില ഔൺസിന് ശരാശരി $5,055 ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബിസിനസ് ഡെസ്ക്,
സി മലയാളം ന്യൂസ്. അക്ഷയ പിയും ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അക്ഷയ, ഇന്ന് ഒരു പവന് വർദ്ധിച്ചിരിക്കുന്നത് 3960 രൂപയാണ്. ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു കുതിപ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? സ്നേഹ, അത് തന്നെയാണ്. ഇനിയും സ്വർണ്ണവില കുത്തനെ ഉയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഗ്രാം വിലയിൽ 210 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഒരു ഗ്രാമിന്റെ വില 14,145 രൂപയിലെത്തിയിരുന്നു. പവൻ വിലയിലാകട്ടെ 1680 രൂപയായിരുന്നു പറഞ്ഞത്. അങ്ങനെ 1,13,160 രൂപയിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാപാരം പുരോഗമിച്ചത്. അപ്പോൾ ചെറിയൊരു ലാഭം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തുടർച്ചയായ പിന്നാലെ വില ഇടിവിയും അതിലൊരു ആവേശത്തിലായിരുന്നു ആഭരണ പ്രേമികൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു രീതിയിൽ കച്ചവടം കഴിഞ്ഞ ദിവസം നടന്നുവെന്ന് വിപണി വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. ആഭരണ വ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മറിച്ച് നേരെ വലിയ തരത്തിലുള്ള കുതിച്ചുമാഞ്ഞ സ്വർണ്ണവില പോകുന്നതാണ് കാണുന്നത്. ഇന്നും സ്വർണ്ണവിലയിൽ വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം അസ്ഥാനമാക്കി തന്നെയാണ് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിരിക്കുന്നത്. ആഗോള വിപണിയിൽ വില ഉയർന്നതാണ് കേരളത്തിലെ സ്വർണ്ണവിലയും ഇങ്ങനെ പ്രതിഫലിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ന് രാജ്യാന്തര സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. വിപണിയിലെ മുന്നേറ്റങ്ങൾക്കിടയിൽ ഔൺസിന് $4,963 രേഖപ്പെടുത്തിയത്. നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളാണ് ഈ കുതിപ്പിന് പ്രധാന കാരണമായി വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല US താരിഫ് ഭീഷണികളും ഗ്രീൻലാൻഡുമായിട്ടുള്ള ബന്ധങ്ങൾ തകർക്കങ്ങളും ആഗോള വ്യാപാര രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഇതെല്ലാം സ്വർണ്ണവിലയെ വർദ്ധിപ്പിക്കാനുള്ള ഘടകങ്ങളായി മാറിയെന്നാണ് അറിയുന്നത്. ഇത് സ്വർണ്ണത്തിലുള്ള സുരക്ഷിത നിക്ഷേപ ആവശ്യമായി ഉയർത്തി ഗ്രീൻലാൻഡിനെ US വേണമെന്ന ആവശ്യത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന് മേൽ 50% തീരുവ ചുമത്തുമെന്ന് ട്രംപ് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നെല്ലാം പിന്മാറിയെങ്കിലും കടുത്ത നീക്കങ്ങൾ തന്നെയാണ് ട്രംപ് ഏത് നിമിഷവും കൈക്കൊണ്ടേക്കാം എന്നൊരു ആശങ്ക ഈ ഒരു വിപണിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും റഷ്യയുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തടസ്സം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ആഭ്യന്തര വിഷയങ്ങളും ഇതിൽ പ്രധാനമായ ഘടകങ്ങൾ തന്നെയാണ്. ദുർബലമായ US ഡോളറും സ്വർണത്തിന് ആഘോഷത്വം കൂട്ടി എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ്. കാരണം ഗ്രാമിന് ഇന്ന് 495 രൂപ വർദ്ധിച്ച് 1440 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പവന് വിലയാകട്ടെ 1,17,120 രൂപയിലും വ്യാപാരം നടക്കുകയാണ്. അതായത് ഒറ്റയടിക്ക് 3,960 രൂപയുടെ വർധനവാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 18 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് വില 12,110 രൂപയാണ്. 18 ക്യാരറ്റിനും പവൻ വില 1,00,000 അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് വിപണിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കാരണം 22 ക്യാരറ്റ് സ്വർണം വാങ്ങാൻ വില ഇത്രയും കൂടുതൽ നൽകേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും 18 ക്യാരറ്റ് സ്വർണം വാങ്ങുന്ന ആളുകളെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും രക്ഷയില്ല എന്ന് മനസ്സിലാവുകയാണ്. കാരണം 18 ക്യാരറ്റിനും പവൻ വില ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 96,880 രൂപയാണ് ഇന്ന് 18 ക്യാരറ്റിനും സ്വർണത്തിന്റെ വിലയിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഈ പവന് രേഖപ്പെടുത്തിയ വിലയും റെക്കോർഡ് തലത്തിലാണ് എത്തിയിരിക്കുന്നത്. സ്വർണത്തിന് മാത്രമല്ല വെള്ളിക്കും വില കുതിച്ചു കയറുകയാണ്. ഒരു ഗ്രാമിന് 340 രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണം നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ, അതായത് വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 1,17,000 രൂപ മാത്രം മതിയാകില്ല. 3% GSTയും 5% അടിസ്ഥാന പണിക്കൂലിയും ചേർത്ത് 1,26,665 രൂപ, അതായത് 1,00,000 രൂപയെങ്കിലും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. 5% എന്നത് അടിസ്ഥാന പണിക്കൂലി മാത്രമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ വലിയ തരത്തിലുള്ള ഡിസൈനുകളൊക്കെ വാങ്ങണമെങ്കിൽ ഈ 5% മാറി 35% വരെ പണിക്കൂലി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ തുക വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഒരു പവൻ സ്വർണ്ണാഭരണം സാധാരണക്കാർക്ക് ഇന്ന് വാങ്ങണമെങ്കിൽ 1,30,000 രൂപയെങ്കിലും കയ്യിൽ കരുതിയാൽ മാത്രമാണ് വാങ്ങാൻ സാധിക്കുക. എന്നാൽ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഇനിയും ഈ സ്വർണം കുതിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വർഷം സ്വർണം ഔൺസിന് $5,000 തൊട്ടേക്കാമെന്നാണ് ആഗോള റേറ്റിംഗ് ഏജൻസികളൊക്കെ പറയുന്നത്. സാമ്പത്തിക സ്ഥാപനങ്ങളും ഇത് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാജിക് നമ്പർ തൊടാൻ ഇനി അധിക ദൂരമില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇനിയും വില കൂടും, $5,400 വരെയൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ആ സംഖ്യ അധികം വിദൂരമല്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഇനി 2 ലക്ഷം ആകുമോ എന്നൊരു സംശയം മാത്രം, അല്ലെങ്കിൽ 1,50,000 തുക എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷയാണ്. പണ്ടൊക്കെ
ഈ 17,000 രൂപയ്ക്കൊക്കെ ഒരു ഭവൻ വാങ്ങിയിരുന്ന, അല്ലെങ്കിൽ 10,000 രൂപയ്ക്കൊക്കെ ഒരു ഭവൻ വാങ്ങിയിരുന്ന കാലങ്ങൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം ഇന്ന് 1,17,000 രൂപ ഉണ്ടെങ്കിലാണ് ഒരു ഭവൻ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 2026 ജനുവരിയിൽ തന്നെ ഇത്രയധികം കുതിപ്പ് സ്വർണ്ണത്തിൽ വരുത്തുമ്പോൾ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ അക്ഷയയിലേക്ക് മടങ്ങിയെത്തപ്പോൾ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ, സ്വർണ്ണവില വർദ്ധിക്കുകയാണ്. ഇന്ന് പവന് 3,960 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ഈ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങുക എന്നുള്ളത് വലിയൊരു ടാസ്കായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച നിലവിലെ ഈ ഒരു വില വർധനവ് അത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ എത്തുന്നത് വളരെ കുറഞ്ഞ ഒരു അളവിലാണ്. സ്വർണം വിൽക്കുന്നതിനായിട്ടാണ് കൂടുതലായിട്ട് ആളുകൾ എത്തുന്നത്. അത് സ്വർണ്ണവിലയുടെ ഈ ഒരു ഏറ്റക്കുറച്ചിലുള്ള കയ്യിലിരിക്കുന്ന സ്വർണം വിറ്റ് പണമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആളുകൾ കയ്യിലുള്ളതും പണയത്തിലുള്ളതും അങ്ങനെയുള്ള ആഭരണങ്ങളെല്ലാം വിറ്റ് പണമാക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്വർണം വാങ്ങുന്നതിൽ കൂടുതൽ വിൽക്കുന്ന ഇതാണ് നടക്കുന്നത്. സ്വർണം വാങ്ങാൻ ആളുകൾ വളരെ കുറവാണ് എത്തുന്നത്. പിന്നെ കൂടുതൽ ആളുകൾ എത്തുന്നത് മാറ്റി, അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ മാറ്റി വാങ്ങുന്നതാണ്. മാറ്റി വാങ്ങുമ്പോൾ വില വർധനവ് വലുതായിട്ട് അവരെ ബാധിക്കുന്നില്ല. കാരണം എപ്പോഴാണെങ്കിലും മാറ്റി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് അവര് മാറ്റുന്ന ആഭരണങ്ങൾക്കും വില കിട്ടുന്നതുകൊണ്ട് അവരങ്ങനെയാണ് നിലവിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ സ്വർണ്ണ പണിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിങ്ങൾക്ക് വളരെ അടുത്ത് ആണ് അവരോടൊപ്പം ജോലി ചെയ്യുന്നതൊക്കെയാണ്. അവരെ ഒരുപാട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ വ്യാപാരി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ. അവരുടെ നിലവിലെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? അവരുടെ ഒരു ആശങ്കയൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്കറിയാം ലൈറ്റ് വെയ്റ്റിലേക്കൊക്കെ ആളുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ നിർബന്ധിതരായിട്ട് ആ ഒരു മേഖലയിലേക്കൊക്കെ തിരിയേണ്ട ഒരു അവസ്ഥയാണ്. സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ച് അവരും വലിയൊരു കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരു വലിയ ക്രൈസിസ് ആണ് ഇത്. ഒരു ഇതൊരു ചെയിനാണല്ലോ. സ്വർണം വാങ്ങുന്നവര്, വിൽക്കുന്നവര്, ഇത് പണിയുന്നവരെല്ലാം ഒരു ചെയിനായിട്ടാണ് പോകുന്നത്. അപ്പൊ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ സ്വർണത്തിന്റെ സെയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ച് അവരുടെ വർക്ക് കുറയുന്നു. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ലഭിക്കേണ്ട തുകകൾ ലഭിക്കാതെ വരുന്നു. അത് വലിയ ഒരു ക്രൈസിസിലൂടെ തന്നെയാണ് സ്വർണ്ണ പണിക്കാരും കടന്നു പോകുന്നത്. അത് ഇതിനൊരു മാറ്റം ഉണ്ടാവാതെ സ്വർണ്ണവില ഒന്നുകിൽ സ്റ്റഡിയായി മാറണം, ഇല്ലെങ്കിൽ ഒരു വില കുറയണം. ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ മാത്രമേ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ച്, അല്ല സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ച് ഒരു ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലെ മാർക്കറ്റ് സ്റ്റഡി വെച്ച് ഉടനെ ഒരു വലിയ ഒരു താഴേക്ക് പതിക്കൽ എന്നുള്ളൊരു സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്ക, ട്രംപ് ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങൾ അവർ ഈ മാർക്കറ്റിനെ തകർക്കുകയാണോ, അമേരിക്ക എന്താണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ബാക്കി രാജ്യങ്ങളെ എന്ത് ബാധിച്ചാലും അവർക്ക് വിഷയമല്ല എന്നുള്ള തരത്തിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതാണ് ഇത്രയും രൂക്ഷമായ വിലയിലെ വർധനവും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത്. അതൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ വില ഒരു സ്റ്റഡി ആവണം. ആരെങ്കിലും പൂജക്കാരൻ മണികെട്ടോ എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ട്രംപിനെ അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധം, എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു അന്ത്യം കുറിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യം. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ സ്വർണ്ണ വ്യാപാരികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വിറ്റുവരവ് നടക്കാതെ ഉള്ള ഒരു ലാഭം അത് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. പലപ്പോഴും ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലക്ഷങ്ങൾ വില മതിക്കുന്ന വസ്തുക്കളാണ് ഈ ഷെൽഫിലുള്ളത്. അപ്പോൾ ഇതെടുത്ത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ആശങ്ക തീരില്ലേ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കച്ചവടക്കാർ നേരിടുന്നതാണ്. പല കസ്റ്റമേഴ്സും വന്ന് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവരോട് മറുപടി നൽകേണ്ടത്? അതേപോലെ തന്നെ ഈ അസോസിയേഷനിലടക്കം ഈ കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടില്ലേ? പ്രധാനമായിട്ടും ഇപ്പോൾ നേരിടുന്ന ഈ വ്യാപാരത്തിലേക്ക് തന്നെയും ഈ ഒരു കമ്മിയെക്കുറിച്ചൊക്കെ ചർച്ചയാകുന്നില്ലേ? അപ്പൊ എന്താണ് അസോസിയേഷനിലെ ആളുകളൊക്കെ പറയുന്നത്? അസോസിയേഷനൊന്നും ആർക്കും തന്നെ ഈ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. കാരണം ചില ആളുകൾ പറയുന്നുണ്ട് സ്വർണം കയ്യിൽ വിലയുള്ള സ്വർണ്ണമാണല്ലോ ഇരിക്കുന്നത്, അത് വിറ്റ് പണമാക്കിയാൽ പോരെ എന്ന് പറയുമ്പോൾ ഇത് സ്വർണം
വ്യാപാരം നിർത്തി പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. നമ്മൾ ഇന്ന് വ്യാപാരം നിർത്തി ഒരു സാഹചര്യത്തിൽ അത് കുഴപ്പമില്ല. പക്ഷേ വ്യാപാരം തുടരുമ്പോൾ ഇന്ന് നമ്മൾ ഈ വിലയ്ക്ക് വിറ്റാൽ നാളത്തെ വിലയ്ക്ക് നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കുള്ളൂ. നാളെ വില കുറയുന്ന ട്രെൻഡാണ്. ഇന്നിപ്പോ വിറ്റിട്ട് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു മേടിക്കാം, കുറഞ്ഞ വില കിട്ടുമല്ലോ. ഇന്നിപ്പോ നമ്മൾ വിൽക്കുന്ന വിലയ്ക്ക് നാളെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല. വലിയ വില വർധനമാണ് ഇതിലുണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇതിനകത്തൊന്നും, അതായത് വിറ്റ് കൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാനൊന്നും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. വ്യാപാരം നിർത്തിപ്പോകുന്ന ആൾക്കാണെങ്കിൽ അത് സാധിക്കും. കാരണം പിന്നീട് അവരതിനെ മാർക്കറ്റിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പൂർണ്ണമായും നിർത്തിപ്പോകുന്നു, ഇന്നത്തെ വിലയ്ക്ക് സ്വർണം വിൽക്കുന്നു, നാളെ ആ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നിപ്പോ കയ്യിലുള്ള സ്വർണം വിറ്റാൽ നാളെ അവൻ തിരിച്ച് സ്റ്റോക്കിലേക്ക് വാങ്ങണമെങ്കിൽ നാളെ എത്രയാണോ വില, ആ കൂടിയ വില നൽകിയാൽ മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിനകത്തൊരു കാര്യം. ശരി, വളരെ നന്ദി കേട്ടോ അരുൺ ആ പ്രതികരണത്തിന്. ഇതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ ഒരു മേഖലയിലുള്ള ആളുകൾ, പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ, പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരികളായിക്കോട്ടെ, സ്വർണ്ണപ്പണിക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ആശങ്കയിലാണ്. പ്രധാനമായിട്ടും ഈ വില വർധനവ് തന്നെ അത് ഒരു ഇരുട്ടടി പോലെയാണ് ബാധിക്കുന്നത്. ഈ ഒരുപാട് കാരണങ്ങളാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, സ്വർണ്ണവില കുതിച്ചു കയറുകയാണ്. വളരെ ആശങ്ക നിലനിർത്തുന്ന ഒരു വിലവർദ്ധന തന്നെയാണ്. 3000 രൂപയോളമാണ് പവന്. ഇന്ന് മാത്രം 3960 രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കാരണങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ അതെന്തെല്ലാമാണ്? ഇന്ന് രാവിലെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയനുസരിച്ച് 1,13,160 രൂപയായിരുന്നു പവൻ സ്വർണത്തിന്റെ വില. അതേ സമയത്ത് അതുപോലെ തന്നെ ഒരു ഔൺസ് തനി തങ്കം, അതായത് ഒരു ട്രോയ് ഔൺസിന്റെ വില 4,830 ഡോളറുമായിരുന്നു. അതിനുശേഷം ഈ പകല് ഇത്രയും അധികം വിലക്കയറ്റം ഉണ്ടായി എന്നുള്ളത് അത്ഭുതാവഹം തന്നെയാണ്. അതായത് സാധാരണ രീതിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിക്ഷേപം, അതായത് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിക്ഷേപമാണ് സ്വർണം എന്നുള്ളത് കൊണ്ട് മറ്റ് മേഖലകളില്, അതായത് ഓഹരി വിപണിയില്, ഡോളറില് ഒക്കെ മൂല്യച്യുതി ഉണ്ടാകുമ്പോൾ, മൂല്യം താഴേക്ക് പോകുമ്പോൾ, വിശ്വാസ്യത കുറയുമ്പോഴാണ് സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, നിക്ഷേപം വരുന്നത്. അപ്പൊ ഇന്ന് പകല് തന്നെ നിക്ഷേപം വന്നു എന്നത് രസകരമായ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, ഏത് പത്രം എടുത്തു നോക്കിയാലും ആ പത്രത്തിലൊക്കെ സെൻസെക്സ് ഉയർന്നു നിൽക്കുകയാണ്, പോസിറ്റീവാണ്. 397.74 സെൻസെക്സ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ നിഫ്റ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റി ആണെങ്കിലും 132.40 ഇന്നലെ ഇത് രണ്ടും വളരെ നെഗറ്റീവായിരുന്നു. അപ്പോഴാണ് ഇന്നലെ സ്വർണത്തിന്റെ വില ഒരുപാട് കയറിയതും. പിന്നെ അങ്ങനെ രാവിലെ നമ്മൾ കാണുമ്പോഴേക്കും രാവിലെ നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവാണ്. സ്വർണത്തിന്റെ വില കുറയുകയും ചെയ്തിരിക്കുന്നു. അതായത് സ്വർണത്തിന് പോലത്തെ വിശ്വസനീയമാണ് ഓഹരി വിപണി എന്നതുകൊണ്ട് നിക്ഷേപം ഓഹരി വിപണിയിലേക്ക് പോയി ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെ എന്നതുകൊണ്ടാണ് സ്വർണത്തിന്റെ വിലയിൽ കുറവും നിഫ്റ്റിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും പോസിറ്റീവുമായത്. ഇതാ ഇപ്പോ പറയുന്നു സ്വർണത്തിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ്, പല കാരണങ്ങളാണ് സ്വർണത്തിന്റെ വിലയെ ഇങ്ങനെ സ്വാധീനിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യാപാര എന്താ പറയാ വ്യാപാര കമ്മി, ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി, അതാണ് നമ്മളുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോകാനും ഡോളറിന്റെ മൂല്യം, ഇന്ത്യയുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ മൂല്യം ഉയർന്നു നിൽക്കുക. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നത്? അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഈ വ്യാപാര കമ്മി മൂലമാണ്. വ്യാപാര കമ്മി ഉള്ളപ്പോൾ ആ കമ്മി കൊടുത്തു തീർക്കണമെങ്കിൽ ഒന്നുകിൽ സ്വർണം കൊടുക്കണം അല്ലെങ്കിൽ ഡോളർ കൊടുക്കണം. അങ്ങനെയാണ്. അപ്പം ഈ നവംബർ മാസത്തിൽ തന്നെ 970 കോടി ഡോളറാണ് നമ്മുടെ റിസർവ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ടി വന്നത് ഈ വ്യാപാര കമ്മിയുടെ കാരണത്താൽ തന്നെ. അപ്പൊ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഓഗസ്റ്റ് 27 ട്രംപ്
വ്യാപാരത്തിന്റെ, അതായത് നമ്മുടെ ഇന്ത്യക്ക് മേൽ 50% ചുങ്കം ചുമത്തുന്നത്. അതിനുശേഷം പല വട്ടമായിട്ട് വലിയ തോതിലാണ് ഡോളർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിറ്റഴിച്ചത്. പക്ഷെ ഇപ്പോ ഈ ഡിസംബർ മാസം നമ്മൾ വ്യാപാര കരാറിൽ US-മായി വ്യാപാര കരാറിൽ ഒപ്പിടും എന്ന ഒരു ധാരണയിലാണ് ഇരിക്കുന്നത്. 7 വട്ട ചർച്ചകൾ നേരത്തെ തന്നെ കഴിഞ്ഞു. ഇപ്പോ അത് ഒട്ടും താമസിയാതെ ഒപ്പിടും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാകാം ഈ ജാനുവരി മാസത്തിൽ ഇതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോളർ പുറത്തേക്ക് ഇറക്കാത്തത്. അതായത് രൂപയുടെ മൂല്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രൂപയുടെ മൂല്യം ഇന്നലെയൊക്കെ 91 മേലെ 92 രൂപ = $1 എന്ന തരത്തിൽ എത്തത്തക്ക രീതിയിൽ രൂപയുടെ അത്ര 92 എത്തിയില്ല, 91.75 വരെ എത്തി. ആ തരത്തിൽ രൂപയുടെ മൂല്യം കുറഞ്ഞു. അപ്പൊ രൂപയുടെ മൂല്യം കുറയുക എന്ന് വെച്ചാൽ ഉടനെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് പോകും. അതിന്റെ മൂല്യം കുറയുകയില്ല. അങ്ങനെയാണ് വീണ്ടും രാവിലെ ഇപ്പൊ ഈ പകല് സ്വർണത്തിന്റെ മൂല്യം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സ്വർണത്തിന്റെ മൂല്യം വർധനവിനെ ഒന്ന് തടയാൻ പറ്റുക? ആശ്വാസകരമായ രീതിയിൽ 1,00,000 താഴേക്ക് ഒരു 80,000 70,000 സ്വർണത്തിന്റെ വില വരാൻ പറ്റുക? അതിന് നാം എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല. ആഗോള തലത്തിൽ തന്നെ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കത്തക്ക സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഈ വ്യാപാര കമ്മി. അത് കുറച്ചു കൊണ്ടുവന്നാൽ മാത്രമേ പറ്റൂ. പക്ഷെ വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാനും ഇന്ത്യ മാത്രം വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതായത് അത് US-ന്റെ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇപ്പൊ ഇന്ത്യയുടെ വ്യാപാര കമ്മി വലിയ ഒരളവ് വരെ. അപ്പൊ അത് US ആയിട്ടുള്ള ആ ട്രേഡ്, അതായത് അവര് നമ്മൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ചുങ്കം കുറയ്ക്കണം. അത് കുറയ്ക്കും ഈ മാസമെങ്കിലും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഡിസംബറിൽ തന്നെ പ്രതീക്ഷിച്ചതാണ്, നടന്നില്ല. പിന്നെ അത് ഒരു കാര്യം മാത്രമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി മറ്റു കാര്യങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. അതായത് എന്താണ് ട്രംപ് ദാവോസിലെ സാമ്പത്തിക ഫോറത്തിൽ വന്ന് വലിയ ഡംപ് കാണിച്ച് പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു ഏകാധിപതിയെ പോലെയാണ്, ഞാനൊരു സമാധാന കരാർ ഉണ്ടാക്കാനാകുന്നു, അതിനായിട്ടൊരു പീസ് ബോർഡ്, സമാധാന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും അതിൽ അംഗങ്ങളാകൂ. ഈ ട്രംപ് എന്ന ഡംപിന് അറിഞ്ഞുകൂടെ യുണൈറ്റഡ് നേഷൻസ് 1945 യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വരുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് തുടർന്നാണ്. ലോകത്ത് 3ാമതൊരു ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സമാധാന കാംക്ഷികൾ എല്ലാം കൂടെ ചേർന്നാണ്, എല്ലാ രാജ്യങ്ങളും ഒപ്പിട്ട് കരാറാണ് യുണൈറ്റഡ് നേഷൻസിന്റെ UN സെക്യൂരിറ്റി കൗൺസിലും അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്ന കരാറ്. ആ കരാറിനോട് വൈമുഖ്യം കാണിച്ചുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക ട്രംപ് ഭരണത്തിൽ എത്തിയതിനു ശേഷം അവർക്ക് സഹായം കൊടുക്കുന്നില്ല, വളരെ കുറച്ചു. എന്ന് മാത്രവുമല്ല, ഇപ്പോ അവര് വെനസ്വേലയെ ആക്രമിച്ചപ്പോഴും മറ്റും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലൊക്കെ വളരെ ശക്തമായിട്ട് അതിനെ അപലപിച്ചു. ആ അപലപനം ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ ട്രംപ് മുന്നേറുകയാണ്. അങ്ങനെയാണ് ട്രംപ് ഇന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ ഒരു കൗൺസിലാണ്, സാമ്പത്തിക ഫോറം ദാവോസിൽ കൂടിയത് ഇന്നലെ. ആ ദാവോസിൽ കൂടിയ മീറ്റിംഗിലാണ് ട്രംപ് പറയുന്നത്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗിലാണ് ട്രംപ് സ്വന്തമായിട്ട് ഒരു പീസ് ബോർഡ്, സമാധാന ബോർഡ് സ്ഥാപിക്കുകയും അതിലേക്ക് നിങ്ങൾ എല്ലാവരും അംഗങ്ങളായി വരൂ എന്ന് പറഞ്ഞു. 19 രാജ്യങ്ങൾ, അത് അത്ര വലിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നുമല്ല. ഇന്ത്യ അതിൽ സൈൻ ചെയ്തിട്ടില്ല, ചൈന, റഷ്യ ഇവരാരും സൈൻ ചെയ്തിട്ടില്ല. യുണൈറ്റഡ് നേഷൻസിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരും പോയിട്ടില്ല. പക്ഷേ 19 രാജ്യങ്ങൾ അതിനകത്ത് സൈൻ ചെയ്ത് ഇനിയും രാജ്യങ്ങളെ ഇയാൾ ഭീഷണിപ്പെടുത്തി ചിലപ്പോൾ അതിനകത്ത് സൈൻ ചെയ്യിച്ചേക്കും. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് ഈ 19 രാജ്യങ്ങളുടെ സമാധാന കരാർ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ലോക സമാധാനം, അതായത് ലോക രാഷ്ട്രങ്ങൾ ഇപ്പോൾ 2 ചേരിയിലായിരിക്കുന്നു. 19 രാജ്യങ്ങളും അമേരിക്കയും, അതായത് 20 രാജ്യങ്ങൾ ആ അമേരിക്കൻ ചേരിയിലായിരിക്കുന്നു. ബാക്കി രാജ്യങ്ങൾ ചേരി കാണിച്ചിട്ടില്ല, പക്ഷെ അവര് വേറൊരു ചേരിയാണല്ലോ. അങ്ങനെ വന്നതാണ് പെട്ടെന്ന് ഇന്ന് ഈ ഓഹരി വിപണിയിൽ വീണ്ടും ഇടിവ് വരാനും സ്വർണത്തിന്റെ വിലയിൽ വീണ്ടും വളർച്ച ഉണ്ടാകാനും കാരണമായത്.
അപ്പോൾ ഈ ട്രംപിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ തന്റെ ഇടമുള്ള രാജ്യങ്ങൾ ഒത്തുചേർന്ന് തന്റെ ഇടത്തോടെ നിന്നാല് ഒരുപക്ഷെ ട്രംപ് ഒരു സ്വല്പം മുട്ടുമടക്കും, ഇല്ലെങ്കിൽ മടക്കിക്കണം. അത് ലോകത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ട്രംപിനെ ഒന്ന് മുട്ടുമടക്കിക്കാനായാൽ തീർച്ചയായിട്ടും ട്രംപിന്റെ ഇപ്പൊ ഈ ഇന്ത്യക്ക് നേരെയും ചൈനയ്ക്ക് നേരെയും മറ്റു രാജ്യങ്ങൾക്ക് നേരെയും ഒക്കെ ഇനിയും തീരുവ ഭീഷണിയും കൊണ്ട് നിൽക്കുകയാണ്. അംഗങ്ങളാകാത്ത രാജ്യങ്ങളോട് പറയും, നിങ്ങൾ അംഗങ്ങളായില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് താരിഫ് ചുമത്തും. അങ്ങനെ പറയുമ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും അടിയറവ് പറഞ്ഞ് അതിൽ മെമ്പർഷിപ്പ് എടുക്കും. അങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ട് വന്നാൽ ഇനിയും സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് വേണ്ടത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ട്രംപിനെ ഒതുക്കണം. ട്രംപിന്റെ ഈ ട്രേഡ് നയങ്ങളെ മര്യാദയൊക്കെ ആക്കണം. അതായത് ആഗോളതലത്തിൽ ആശ്വാസകരമായ വ്യാപാര കരാറുകൾ രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെട്ടാൽ മാത്രമേ ഓഹരി വിപണി, ആഗോള തലത്തിൽ ഓഹരി വിപണി മെച്ചപ്പെടൂ, സ്ഥിരമാകൂ. അങ്ങനെ ഓഹരി വിപണിയിലെ വിശ്വാസ്യത വീണ്ടെടുക്കാനായാൽ ഒരു സ്വർണത്തിലേക്കുള്ള നിക്ഷേപത്തിന്റെ ഒഴുക്ക് കുറയും, സ്വർണത്തിന്റെ വില കുറയും. അതിന് പറ്റിയില്ലെങ്കിൽ സ്വർണത്തിന്റെ വില ഇനിയും മുകളിലേക്ക് തന്നെ പോകും. ആ ആശങ്ക പങ്കിടുകയാണ് ഞാൻ. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീമതി മേരി ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വേണം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കാര്യമല്ല, അത് കേവലം നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്നതല്ല. ഒത്തൊരുമിച്ച പ്രവർത്തനം കൊണ്ടൊന്നും തന്നെ അത് നമുക്ക് ആർക്കും തന്നെ സ്വർണ്ണവില കുറയ്ക്കാൻ സാധിക്കില്ല. കാരണം അന്താരാഷ്ട്ര രീതിയിൽ അന്താരാഷ്ട്ര വ്യാപാരം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നതാണ്. അതിനാൽ തന്നെ കേരളത്തിലെ വ്യാപാരികൾ വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ബന്ധപ്പെട്ട ആളുകൾ വിചാരിച്ചാൽ മാത്രമൊന്നും സ്വർണ്ണവില കുറയില്ല. അതിന് അന്താരാഷ്ട്ര വിപണിയിലടക്കമുള്ള ചലനങ്ങൾ ബാധിക്കുന്നുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.